ബിബിൻ ചേട്ടാ ഇപ്പം ഇതിന്റെ പോസ്റ്ററും ടൈറ്റിലും ബിബിൻ ചേട്ടൻ്റെ ലുക്കും എനിക്ക് പെട്ടെന്ന് ചാർലി ആയിട്ട് ഭയങ്കരമായിട്ട് സാമ്യം തോന്നി. കൂടുതൽ എഴുതിയതിന്റെ ടെക്സ്റ്റിന് വരെ കുറെ കിളികൾ, പൂക്കൾ. ബിബിന്റെ കിളിയാണോ പോയത്? ആൻഡ് കോസ്റ്റ്യൂംസ് ഓൾസോ ചാർലി എന്ന് വന്നതിന് ശേഷമുള്ള അത്രയും കോസ്റ്റ്യൂംസ്, കുറെ ബീഡുള്ള ഇത് ബാൻഡുകള്. എന്ത് റിമോട്ടഡ്ലി ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ ചാർലിന്ന്? ആ ഒരു വൈബ് കിട്ടാൻ തന്നെ ആയിരിക്കാം ആദിത്യ നാണു എന്നാണ് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറിന്റെ പേര്. ഇവിടെ ഈ ചാർലിയുടെ കേസ് ആ സെറ്റിൽ തന്നെ കുറെ തവണ പറയാം. അപ്പൊ ഞാൻ തന്നെ കളിയാക്കാതിരിക്കാൻ ട്രോളി തന്നെ സ്വയം. ദുൽഖർ സൽമാൻ ചെയ്തപ്പോ ചാർലി, പാവപ്പെട്ട ബിബിൻ ജോർജ് ചെയ്തപ്പോ ബാർലി. എന്റെ മോളില് ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയം ഞാൻ അവിടെ വെച്ച് തമാശ പറഞ്ഞത് അവസാനിപ്പിച്ചായിരുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതേപോലെ തോന്നിയറിയാം. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടർ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ വലുപ്പം കാണാൻ പറ്റും. നമുക്ക് ആ ഡ്രസ്സ് ഇട്ടതിന്റെ ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് എനിക്കിതൊരു സ്യൂട്ടാവാത്തതായിട്ടാണ് ആദ്യം തോന്നിയത്. പക്ഷെ ഡയറക്ടേഴ്സ് ഭയങ്കര ആത്മവിശ്വാസം തോന്നി, ഇത് ബെസ്റ്റാണ്, നല്ലതാണ്, നിങ്ങൾക്ക് ഇട്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്തിരി വണ്ണം ഞാൻ കൂട്ടിയായിരുന്നു. ഇത് നോർമലി എനിക്ക് എല്ലാ പടത്തിലൊക്കെ ഇത്തിരി വണ്ണം ഉണ്ട് ഇതിൽ. അത് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കൂട്ടിയതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിനക്ക് സിനിമ കഴിയുമ്പോൾ മനസ്സിലാവും, എന്തുകൊണ്ടാണ് ആ ക്യാരക്ടറിന് ഇത്തിരി മസ്കുലർ കാര്യങ്ങളൊക്കെ വന്നതെന്നുള്ളത്. ബിബിൻ ചേട്ടൻ കഥ എഴുതുന്നുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ലിറിക്സ് എഴുതിയിട്ടുണ്ട് ഈ പടത്തില്. ഇത് വരുന്നത് ഒരു അത്യാവശ്യത്തിൽ നിന്നാണോ അതോ എനിക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഐഡിയ എന്നാണോ? ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ബോണസ് ആയിട്ട് കിട്ടിയ അഭിനയത്തിൽ മാത്രമാണ് എനിക്ക് വേണ്ടി ചെയ്യാൻ ഞാനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെയാണ് എല്ലാ പ്രൊജക്റ്റുകളും വരവും പോക്കൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ തമാശക്ക് പറഞ്ഞു, എൻ്റെ എല്ലാ കാര്യവും നീ തമാശയായിട്ടേ കൂട്ടാവും ഓഡിയൻസും. ഞാൻ സരോജ് കുമാർ അല്ലേ, സരോജ് കുമാർ പട്ടാളത്തിൽ ചേർന്ന അവസ്ഥയുടെ എൻ്റെ എന്ന് പറയും. അത് ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും വരും. ഞാൻ ആ വഴി മലയാള സിനിമ ആ വഴി ഇപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയത് നിനക്ക്. അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ബോണസ് കിട്ടിയതാടാ. ഇനി ഞാൻ ഒരു സമയത്ത് പാട്ട് നിർത്തിയ ആളാണ്. പിന്നീട് എനിക്ക് മാർഗംകളി എന്ന് പറഞ്ഞ പടത്തിൽ വേറെ എബിൻ ചേട്ടൻ എഴുതി മ്യൂസിക് ചെയ്ത പാട്ട് ഗോപിച്ചേട്ടന് പ്രോഗ്രാം ചെയ്യണമായിരുന്നു. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ബിബി എനിക്ക് ആ പാട്ട് അറിയില്ലല്ലോ, എബിൻ്റെ പാട്ടല്ലേ, അതെങ്ങനെയാണെന്ന് ഒന്ന് പാടിയിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നിട്ട് പോയിട്ട് മൈക്കിൽ ചേട്ടാ ഇതാണ്ട പാട്ട് എന്ന് പറഞ്ഞിട്ട് നീനക്കായി ഞാൻ പുള്ളി പറഞ്ഞ മര്യാദക്ക് പാടിക്കോ, വിനീതേട്ടനെ കൊണ്ട് പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം എൻ്റെ. അത് കഴിഞ്ഞ് പോയിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി അത് പ്രോഗ്രാം ചെയ്ത് അയച്ചു തന്നു ഈ പാട്ട് എൻ്റെ സൗണ്ടിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷാഫി സാറിൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഞാനത് കേൾക്കണത്. ഷാഫി സാറ് കേട്ട്, ആൽവിൻ ചേട്ടൻ കേട്ട്, ഞാൻ മാർഗംകളിയില്ല. അപ്പം തന്നെ അവർ പറഞ്ഞു, എടാ ഇത് നീ തന്നെ പാടിയാൽ മതി, നല്ലതുണ്ടെന്ന്. അപ്പോൾ ഗോപിച്ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ഗോപിച്ചേട്ടൻ പറഞ്ഞു, ബിബിൻ അതിനൊരു സോളുണ്ടേ. അപ്പം എനിക്ക് ഞാനന്ന് പനിയായിട്ട് പാടിയതിൻ്റെ ഒക്കെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞു അതിനൊരു സോളുണ്ട്, താൻ പാടിയതിനൊരു പെയിൻ ഉണ്ട്, അത് ചിലപ്പോൾ അത് താൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് അത്. അല്ല പിന്നെ കണ്ടിന്യൂസ് ആ പാട്ട് വന്ന് ഹിറ്റായി കഴിഞ്ഞപ്പോഴേക്കും ആ പടം ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് ആ പാട്ട് ഹിറ്റായെന്ന് അറിയാം. ഞാനാണ് പാടിയെന്ന് തന്നെ ആളുകൾ തിരിച്ചറിയാൻ കുറെ സമയം എടുത്ത്. പിന്നിപ്പ എന്താണ് അതിന് കിട്ടിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും സ്റ്റേജുകളിൽ പാടാൻ തുടങ്ങി. ഞാൻ ഒരു സമയത്ത് നിർത്തിയതായിരുന്നു പാട്ട്. ചെറുപ്പത്തിൽ നമ്മൾ പാട്ടായിരുന്നേ. ചെറുപ്പത്തിൽ ഇങ്ങനെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കും പാട്ട് പാടി 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 നമുക്കൊരു കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 5ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ പാട്ട് പാടുമ്പോഴേ ആളുകളുടെ വ്യൂ മാറാൻ തുടങ്ങി. ആളുകൾ പാട്ടിലുപരിയായിട്ട് എൻ്റെ സിമ്പതി ആയിട്ട് കാണാൻ തുടങ്ങി. എല്ലാവരും പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ആവാൻ തുടങ്ങി. എനിക്ക് നല്ല ഡിവൈനബിലിറ്റി ഉള്ള ആർക്കും ഇഷ്ടമല്ല സിമ്പതി. എമ്പതി ചെയ്തോട്ടെ, സിമ്പതി വേണ്ട. അതിൻ്റെ പുറത്തിങ്ങനെ ഞാൻ ഈ കാഴ്ചപ്പാട് മാറിയപ്പോഴേക്കും ഞാൻ ചിന്തിച്ചു ഇനി ഇത് വേണ്ട. ആളുകൾ ഞാൻ വരുമ്പോഴേക്കും നല്ല എനർജി ആയിട്ട്. 5ാം ക്ലാസ് പഠിക്കുമ്പോഴേ തോന്നിയിരുന്നു എനിക്കത് വേണ്ടെന്ന്. 5ാം ക്ലാസ്സല്ല, എനിക്ക് ചെറുപ്പത്തിലേ വേണ്ടെന്ന് തീരുമാനിച്ച ആളാ ഞാൻ. ബോംബ് കഥയിൽ നിനക്ക് പടത്തിൽ ഓർമ്മയുണ്ടോ, ഒരു കൂട്ടുകാർ ബാക്കിയുള്ള പിള്ളേരുടെ ഒപ്പം ഓടിയ ഒരു കുട്ടിയില്ലേ, അത് ഞാൻ തന്നെയുള്ളൂ. മനസ്സിലായ? അപ്പൊ അന്നേ അത് തീരുമാനിച്ചിരുന്നു. അത് ഭയങ്കര പെയിൻ. അത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് അറിയാം. ഇപ്പൊ നിനക്കൊരു ഫോൾ ഉണ്ടായാൽ ആ ഫോളിനെ വെച്ചിട്ട് 2 തട്ട് കെട്ടിയാൽ പോലും നിനക്ക് വേദനിക്കും. ഇപ്പൊ ബ്രേക്കപ്പ് ആയിന്ന് ചോദിച്ചു നീ. ഇപ്പൊ നിന്നെ വീട്ടിൽ ആരെ അറിയിക്കണമെന്നൊക്കെ വിചാരിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോ അവര് പോട്ടറാ അവള് പോട്ടെ നമ്മൾ പറഞ്ഞിട്ട് അത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങി നമുക്ക് പിന്നെയും വിഷമം തോന്നും. വേറെ സാധനം ഉണ്ട്, നീ ഓക്കെ ആണോ? ഓക്കെ
ബിബിമോ ഹാപ്പിയാണോ? അപ്പൊ അതുകൊണ്ട് അന്ന് ആ സമയത്ത് നിർത്തിയതാ. പിന്നെ അങ്ങനെ പാട്ട് ക്ലാസ്സില് അങ്ങനെ ഒതുങ്ങി, സ്റ്റേജുകളിലേക്കൊന്നും പോയില്ല. പിന്നെ വലിയ കാര്യത്തിന് അങ്ങനെ പോയിട്ടില്ല. നീ അതാ ഞാൻ പറഞ്ഞ മഹാരാജാസ് കോളേജില് ഞാൻ ഒരു പാട്ട് സ്റ്റേജിൽ കയറി പാടിയിട്ടില്ല. ആണോ? ആ, എനിക്ക് ഇപ്പോഴും ആലോചിക്കും അയ്യോന്നാവും. മഹാരാജാസിൽ ഞാൻ പാടിയിട്ടില്ല ഒരു പാട്ട്. നമ്മളെല്ലാരും പറയൂലേ ക്ലാസ്സിൽ വെറുതെ പിള്ളേരായിട്ട് പാടും, അവൻ പാടൂട്ടാ, അത്രേ ഉള്ളൂ. ഈ കൂടുതലും ഇതുപോലെ തന്നെയല്ലേ പഠിപ്പിച്ചത്? കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ പനി പിടിച്ച ദിവസം, ഇവര് പനി പിടിക്കുന്ന ദിവസമാണ് എന്നെ പാടാൻ വിളിക്കുന്നത്. പേടിച്ച് പനി പിടിക്കണല്ലോ. അങ്ങനെയാടാ. അപ്പൊ അതുപോലെ തന്നെ 10ാം ക്ലാസ് എത്തിയപ്പോ അപ്പൻ ചോദിച്ചതെന്ന് പറഞ്ഞാല്, എടാ പാട്ട് വേണോ മിമിക്രി വേണോ? ഞാനപ്പോ അന്ന് ചോയ്സ് ചെയ്തത് ഈ പറയുന്ന ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവോടുകൂടി സന്തോഷത്തോടുകൂടി എന്നെ കാണണം എന്നുള്ളതാണ്. ഇപ്പൊ സ്കിറ്റ് കണ്ടു കഴിഞ്ഞാലും നമ്മളുടെ ആ പയ്യൻ ആ കാലും വെച്ചിട്ട് കളിച്ചു എന്നുള്ളതല്ലാതെ അവൻ നന്നായിട്ട് കളിച്ചു എന്ന് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. അതിപ്പോഴും ഞാൻ സിനിമയിലാണെങ്കിൽ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന അതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒമർക്കനോട് ഭയങ്കര ഫസ്റ്റ് സിനിമ നമുക്കത് കഥയെ അങ്ങനെയായിരുന്നല്ലോടാ. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല. എന്നോട് മരിച്ചുപോയ സിദ്ദിഖ് സാറ് പറഞ്ഞിരുന്നു, ഇവനെ ഇനി നീ ആ കാലിന്റെ സംഭവം വെച്ചിട്ട് ചെയ്യരുത്, ഇത് കണ്ട് ട്യൂണാവണം ആളുകൾ. അതിനൊരു കഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കുക, അത് ചെയ്യരുത്. ഇല്ല, അത് ഉണ്ടാക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം പോകാൻ പറ്റും? നീയും ഈ സമൂഹത്തിലുള്ളതാണ് അല്ലേ? നമ്മളെന്തോരോ പേരെ കാണുന്നതാണ്. എന്നോട് ഈ ചില ആൾക്കാരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ചിലർ കടമൊക്കെ ചോദിക്കും, ബൈക്കൊക്കെ മേടിക്കാൻ കടം ചോദിക്കൂടാ. അപ്പൊ ഞാൻ ഈ ബുദ്ധിമുട്ട് പറഞ്ഞവരോട് പറയും, അതായത് 2 കാലില്ലാത്ത ആൾക്കാർ ചീര വിറ്റ് ജീവിക്കുന്ന നാടാണ് ഇവിടെ. ലോട്ടറി വിറ്റ് എത്ര കുടുംബങ്ങൾ കഴിയുന്നുണ്ട്, എന്തോരം ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് എനിക്കത് വലിയ സിമ്പിൾ തോന്നൂല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ കറക്റ്റാണോ? എനിക്കറിയാം, പറയാം, ഇതെല്ലാ സമൂഹത്തിലുള്ള ആളുകളാണ്. എന്നെ അങ്ങനെ തന്നെ കണ്ടാൽ മതി. അപ്പൊ അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഗുമസ്തലിലാണെങ്കിലും പിന്നെ അതൊക്കെ അതില്ലാണ്ടായി. പിന്നെ ആളുകൾ കുറച്ചെങ്കിലും എന്നെ കണ്ട് ശീലിച്ചു തുടങ്ങി. ബാഡ് ബോയ്സിൽ നീ ശ്രദ്ധിച്ചറിയാം, പരമാവധി അങ്ങനത്തെ അറിയാനേ പാടില്ല. എൻ്റെ എത്ര പേര് എനിക്ക് മെസ്സേജ് അയച്ചെന്ന് അറിയാം. എനിക്ക് ബാഡ് ബോയ്സ് കിട്ടിയ ഏറ്റവും വലിയ ഗുണമാണ്. ബാഡ് ബോയ്സ് എത്ര പേര് മെസ്സേജ് അയച്ചെന്ന് അറിയാമോ? എനിക്ക് അത് ആ കാര്യമേ വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഒമർക്കനോട് അത്രയും താങ്ക്സ് ഉണ്ട് ആ കാര്യത്തിൽ. അതെ, നിങ്ങൾ 4 ഗുണ്ടകളിൽ ഒരു ഗുണ്ട തന്നെയാ. അതെ, ആരോഗ്യത്തിന്റെ ഗാത്രനായ ഒരു ഗുണ്ട. ഇടിച്ചടിച്ചുണ്ട്. അതെ അതെ അതെ. എന്റെ അതായത് ആ മറ്റേ ഒരാളെ പോയിട്ട് ഇങ്ങനെ വേണം റിവ്യൂ പറയാന്നുള്ള ഭയങ്കര നല്ലതായിരുന്നു അത്. 10-11 വർഷം ഉണ്ട് ഇതിനകത്ത്. എന്താ പറയാ, ഭയങ്കര പ്രധാനപ്പെട്ട സിനിമകളിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, ചെറിയ സിനിമകളിൽ വലിയ റോൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ ലീഡ് എന്നൊക്കെ നോക്കുമ്പോഴേ ആ വലിപ്പമല്ലേ ആക്ച്വലി ഇൻഡസ്ട്രിക്ക് നല്ലത്? അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു നായിക നടിയാവുന്നതല്ലേ എല്ലാ അർത്ഥത്തിലും, ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമ്മൾ ആളുകൾ കാണുന്ന രീതി, അതിനൊക്കെ ഞാൻ ചെറുതാണെങ്കിൽ നായികയെ ചെയ്യൂ, അങ്ങനെ തീരുമാനം എടുക്കണല്ലേ കുറച്ചുകൂടി ലോജിക്കലി? ശരി, ലോജിക്കലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത് നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് ചിലപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ വെറുതെ ഇരിക്കാൻ പറ്റുമായിരിക്കും. അതിൽ കൂടുതൽ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ടെൻഷനാവും. ടെൻഷൻ ആസ് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ പ്രൊഡക്റ്റീവായിട്ട്. പിന്നെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാനത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത്. എനിക്കിങ്ങനെ ഈ വേഴ്സറ്റൈൽ എന്നല്ല, ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ട്രൈ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നായിക കഥാപാത്രങ്ങൾ എനിക്കറിയില്ല എത്രത്തോളം ഭയങ്കര ഇവിടെ മലയാളത്തിൽ ഇപ്പോൾ എത്രത്തോളം അത്ര പ്രോമിനൻ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ എത്ര ആളുകൾക്ക് നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം കുറേ പേരൊക്കെ എൻ്റെ ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ചെയ്യുന്നു, പിന്നെ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് മൂവീസ് വരുന്നത് അവരുടെ കരിയർ ഗ്രാഫിൽ. അപ്പോൾ അത്രയും സ്ട്രെസ്സും അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഇസ് എ ക്വസ്റ്റ്യൻ. പിന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അതൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല.